Hi students, so business lawയുടെ 7th ക്ലാസ് ആണിന്ന്. സോ കഴിഞ്ഞ 6 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കുറേ ടോപ്പിക്സ് പഠിച്ചു. സോ ഐ തിങ്ക് ഓൾമോസ്റ്റ് നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നോ രണ്ട് ടോപ്പിക് എന്തോ ഉള്ളൂ, എനിക്കൊന്നും ഒരു ടോപ്പിക് എന്തോ ഉള്ളൂ ഇനി നമ്മൾ എടുക്കാനുള്ളത്. സോ ഓൾമോസ്റ്റ് ഈ ചാപ്റ്റർ ഈ ഒരു ക്ലാസ്സോടുകൂടി തന്നെ കഴിയും. സോ നിങ്ങൾ ക്ലാസ്സസ് കാണുമ്പോൾ ഓർഡറിൽ തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം ചില ടോപ്പിക്സൊക്കെ 2 ക്ലാസ്സായിട്ടൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓർഡറിൽ തന്നെ കാണണം. അതത് ദിവസം കണ്ട ലെക്ചറിന് നോട്ട് എഴുതി പോവുക. പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താ പറയുക, കീ പോയിൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ അടയാളപ്പെടുത്തി വയ്ക്കുക. അങ്ങനെയെല്ലാം അന്നന്ന് ചെയ്തു പോവുക. ഞാനിതെല്ലാം ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്, എന്നാലും. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ലോ. അതാണ് നമ്മൾ ടൈപ്സ് ഓഫ് ലോ നോക്കി, എൻഫോഴ്സിങ് ദ ലോ നോക്കി. പിന്നെന്താ, എൻഫോഴ്സിങ് ദ ലോ എന്ന് പറയുമ്പോൾ അതിൽ പല മിനിസ്ട്രീസിൻ്റെയും പല ബോഡി, അതായത് റെഗുലേറ്ററി ബോഡിയുടെയും ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ലോസൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻഫോഴ്സ് ചെയ്യുന്നത്. സോ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെന്താണ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്തിനാണ്, ഈ പറയുന്ന ടാക്സേഷൻ, ഫിനാൻഷ്യൽ ലെജിസ്ലേഷൻ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യങ്ങൾ, ക്യാപിറ്റൽ മാർക്കറ്റ്സ്, സെൻറ്റർ, സ്റ്റേറ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും, ഈ പറയുന്ന എന്താണ് യൂണിയൻ ബഡ്ജറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഫിനാൻസ് മിനിസ്ട്രി അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന പ്രസൻറ്റേഷൻ ഓഫ് യൂണിയൻ ബഡ്ജറ്റാണ്. അതൊരു ആനുവൽ ഇവൻ്റാണ്, അതായത് ഒരു വർഷം ഒരു പ്രാവശ്യം നടക്കുന്ന. പിന്നെ ഇലക്ഷൻ്റെ, ഇപ്പോൾ ഈ വർഷം അതായത് 2024 2 ബഡ്ജറ്റ് നടന്നിരുന്നു. ഇലക്ഷന് മുമ്പും ഇലക്ഷന് ശേഷം ഫെബ്രുവരി 1 ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അതല്ലാതെ ഇൻ്ററിം ബഡ്ജറ്റായിരുന്നു അത്. ഇപ്പോൾ ജൂലൈയിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. സോ ചില വർഷങ്ങൾ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ചിലപ്പോൾ 2 ബഡ്ജറ്റൊക്കെ വരാം. അല്ലാത്ത സമയങ്ങളിൽ മിക്കവാറും ഈ പറയുന്ന ഒരു ബഡ്ജറ്റാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്. സോ പിന്നെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടത് ആരാണ്, ഫിനാൻസ് മിനിസ്റ്ററാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആരാണ് അവതരിപ്പിക്കുന്നത്, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ഫിനാൻസ് മിനിസ്റ്ററാണ് നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ്സ് അവതരിപ്പിക്കുന്നത്. സോ മൊറാർജി ദേശായി എന്ന് പറയുന്ന ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ഏറ്റവും കൂടുതൽ യൂണിയൻ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തിരുന്നത്. അദ്ദേഹം 10ഓളം യൂണിയൻ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ശ്രീ പി ചിദംബരമാണ്. അദ്ദേഹം 9 ബഡ്ജറ്റ്സ് ആണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് പ്രണബ് മുഖർജി 8, ശ്രീ യശ്വന്ത് സിൻഹ ആൻഡ് മൻമോഹൻ സിംഗ്. യശ്വന്ത് സിൻഹയും 8 യൂണിയൻ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തിരുന്നു. മൻമോഹൻ സിംഗ് ആകട്ടെ 6 ബഡ്ജറ്റാണ് പ്രസൻറ്റ് ചെയ്തത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫിനാൻസ്, അതായത് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അതിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ള ബോഡിയാണ്, ഇറ്റ് ഈസ് ദ അപ്പെക്സ് കൺട്രോളിങ് അതോറിറ്റി. എന്ത് കൺട്രോൾ ചെയ്യുന്നതാണ്, 4 സെൻട്രൽ സിവിൽ സർവീസസ് കൺട്രോൾ ചെയ്യുന്നതാണ് ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. അതിൽ റവന്യൂ സർവീസ് വരും, ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് വരും, എക്കണോമിക് സർവീസ് വരും, സിവിൽ അക്കൗണ്ട് സർവീസ് വരും. എന്താണ് RACE അല്ലെങ്കിൽ RAEC എങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. റവന്യൂ സർവീസ്, അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, എക്കണോമിക് സർവീസ് ആൻഡ് സിവിൽ അക്കൗണ്ട് സർവീസ്. പിന്നെ ഓൾസോ ദ അപ്പെക്സ് കൺട്രോളിംഗ് അതോറിറ്റി ഓഫ് വൺ ഓഫ് ദ സെൻട്രൽ കൊമേഴ്സ് സർവീസ്, നെയിംലി ഇന്ത്യൻ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ്, ICMAS. കൂടെ ചേർക്കണം, സർവീസ് എന്ന് പറയുന്ന വേർഡ് കൂടി അതിലുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ്സ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫെയർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ, ഇതൊക്കെ നമ്മൾ നോക്കിയതാണ്. പിന്നെ കമ്പനീസ് ആക്ടിൻ്റെ കാര്യങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നതും, അല്ലെങ്കിൽ 1956, അതായത് 2013 മുമ്പ് നിലവിൽ വന്ന ആക്റ്റാണ് 1956. അതും ആരാണ്, അതിലെന്തെങ്കിലും കാര്യങ്ങൾ റെഗുലേഷൻസ് ഒക്കെ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയർസ് ആണ്. ഹയസ്റ്റ് പോസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ്, ഇതിൻ്റെ അകത്ത് ഹയസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് DGCO, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് കോർപ്പറേറ്റ് അഫെയർസ് ആണ്.
is fixed at a apex scale for the ICLS, mostly run by civil servants of ICLS, Indian corporate സംതിങ് ആണത്. അതായത് ഈ പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു മിനിസ്ട്രിയാണ്. പിന്നെ വരുന്ന മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസ്, ഗൃഹമന്ത്രാലയ, ഗൃഹം എന്ന് പറഞ്ഞാൽ ഹോം. Ministry of Government of India, as an interior ministry of India, it is mainly responsible for the maintenance of internal security. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്റേണൽ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഡിഫൻസ്, ആഭ്യന്തരം എന്ന് കേട്ടിട്ടുണ്ടാവും മലയാളത്തിൽ. അതാണ് ഹോം അഫെയർസ്, ഹോം മിനിസ്റ്റർ എന്നൊക്കെ പറയുന്നത്. ഇന്റേണൽ സെക്യൂരിറ്റിയും ഡൊമസ്റ്റിക് പോളിസിയും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് എന്ത് ഈ പറയുന്ന ഹോം അഫെയർസ് മിനിസ്ട്രി. ഹോം മിനിസ്ട്രി ഈസ് ഹെഡഡ് ബൈ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹോം, അതായത് സെൻട്രൽ യൂണിയൻ മിനിസ്റ്റർ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഹോം മിനിസ്റ്റർ, അവരാണ് ഈ ഹോം അഫെയർസ് കൈകാര്യം ചെയ്യുന്നത്. അതിനും ഈ പറഞ്ഞ പോലെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഐ തിങ്ക് അതിനൊരു 6ഓളം ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, 6ഓളം ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ബോർഡർ മാനേജ്മെൻറ്റ്, ഇൻറ്റേർണൽ സെക്യൂരിറ്റി, ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് അഫെയർസ്, ഹോം, സ്റ്റേറ്റ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സ്, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ്. മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് എ ക്യാബിനറ്റ് മിനിസ്ട്രി, ഡീൽസ് വിത്ത് ഇത് എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്? അതിനെ 3 ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലീഗൽ അഫെയർസ്, അത് കൈകാര്യം ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് ആക്ടിവിറ്റീസ്. രണ്ടാമത്തെ പോയിന്റ്, ലെജിസ്ലേറ്റീവ് ആക്ടിവിറ്റീസ് ത്രൂ അല്ലെങ്കിൽ ഓഫ് ലീഗൽ അഫെയർസ്, ത്രൂ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലീഗൽ അഫെയർസ്. പിന്നെ വരുന്ന ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, അത് നോക്കുന്നത് മാനേജ്മെൻറ്റ് ഓഫ് അഫെയർസ് ഓഫ് ദ ലീഗൽ അഫെയർസ് ത്രൂ ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ഇൻ ഇന്ത്യ ത്രൂ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ്. ഓക്കെ, ചുമ്മാ ഒന്നും മനസ്സിലാവുന്നില്ല ഇങ്ങനെ ചെയ്തിട്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന 3 പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന താഴത്തെ 3 ഡിപ്പാർട്ട്മെൻറ്റ്സ് റിലേറ്റ് ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾ ഒരു ആരോയും കൂടെ വരച്ച് ആ 3 പോയിൻ്റ് ഇവിടെ എഴുതുവാണെങ്കിൽ ആ ഒരു ചാർട്ട് റെഡിയായി. പിന്നെ പറയുന്നത് റെഗുലേറ്ററി ബോഡീസാണ്. സെബി, RBI, IBBI, ഇങ്ങനെ 3 ബോഡീസിനെ പറ്റി പറയുന്നുണ്ട്. സെബി എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റ്, കമ്മോഡിറ്റി മാർക്കറ്റ്, അതിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതാണ്. ഈ പറയുന്ന എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1988 എസ്റ്റാബ്ലിഷ് ചെയ്തു. പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി പവർ കിട്ടിയത് 1992. അപ്പോൾ ആ ആക്ടിൻ്റെ വർഷം പറയേണ്ടത് 1992. സെബി ആക്ട് 1992. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ബാങ്കാണ് റെഗുലേറ്ററി ബോഡി റെസ്പോൺസിബിൾ ഫോർ റെഗുലേഷൻ ഓഫ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം. അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1934, അതിലെ കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന റിസർവ് ബാങ്കാണ്. പിന്നെ ഇഷ്യൂ ഓഫ് എന്താ പറയുക, നോട്ട്, കറൻസി, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. പിന്നെ IBBI, ഇൻസോൾവൻസി, ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. അതായത് ഒരാൾ ഇൻസോൾവൻ്റ് ആയാൽ, കമ്പനി ഇൻസോൾവൻസ് ആയാൽ നമ്മൾ ഈ പറയുന്ന ഇൻസോൾവൻസിന്നും, ഒരു ഇൻഡിവിജ്വൽ ആണ് ഇൻസോൾവൻ്റ് ആവുന്നതിൽ നമ്മൾ എന്ത് പറയും? ബാങ്ക്രപ്റ്റ് എന്നാണ് പറയുന്നത്. അവിടെ 2 അപ്പലറ്റ് അതോറിറ്റീസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ 2 അതോറിറ്റീസ്, NCLTയും ഈ പറയുന്ന ഡെറ്റ് റിക്കവറി ട്രിബ്യൂണലുമാണ് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം. അപ്പോൾ നമുക്കറിയാം 3 തരത്തിലുള്ള ഇതാണ് ഉള്ളത്. ഫസ്റ്റ് ലീഗൽ, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ. അതിൽ ലെജിസ്ലേറ്റീവ് എന്ന നിയമനിർമ്മാണമാണ്. എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ, അതായത് ആ നിയമത്തിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ജുഡീഷ്യൽ എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും ഡിസ്പ്യൂട്ടോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ അത് റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജുഡീഷ്യൽ സിസ്റ്റം വരുന്നത്. നോക്കിക്കേ,
വെൻ ദർ ഈസ് എ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സിറ്റിസൺസ്, അതായത് രണ്ട് സിറ്റിസൺസ് തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടോ അല്ലെങ്കിൽ ബിറ്റ്വീൻ സിറ്റിസൺസ് ആൻഡ് ഗവൺമെൻറ്, ഗവൺമെൻറ്റും ഒരു സിറ്റിസണും തമ്മിൽ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ ആ ഡിസ്പ്യൂട്ട്സ് റിസോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്തിനു വെച്ചിരിക്കുന്നത്, ജുഡീഷ്യൽ സിസ്റ്റത്തിനെ വെച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് ഫങ്ഷൻസ് ഓഫ് ജുഡീഷ്യറി സിസ്റ്റം ഓഫ് ഇന്ത്യ ആർ റെഗുലേഷൻ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ആക്ട് ആൻഡ് കോഡ്. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുണ്ട്. അതിൻ്റെ അകത്ത് പല പല മീനിങ്സ്, ലിറ്ററൽ മീനിങ്, പിന്നെന്താ പല മീനിങ്സ് ഉണ്ട്. ചില സാധനങ്ങൾ നമ്മൾ ലിറ്ററലി വായിക്കുന്നത് തന്നെയായിരിക്കും മീനിങ്, പക്ഷെ ചിലത് ഹിസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഹിസ് ഓൾസോ ഇൻക്ലൂഡ്സ് ഹർ, മനസ്സിലായോ? മെയില് മാത്രമല്ല ഫീമെയിൽ, അത് എന്താ പറയുക, നമ്മൾ അത് മനസ്സിലാക്കി വായിക്കണം. സോ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ലോയിൽ. സോ അതൊക്കെ നമുക്ക് റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്, ജുഡീഷ്യൽ സിസ്റ്റമാണ്. ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, അതായത് എന്തെങ്കിലും കോൺഫ്ലിക്ട്സോ ഡിസ്പ്യൂട്ട് ഉണ്ടോ റിസോൾവ് ചെയ്യുക. പ്രൊമോഷൻ ഓഫ് ഫെയർനെസ് എമംഗ് സിറ്റിസൺസ് ഓഫ് ലാൻഡ്, അതായത് എല്ലാവർക്കും ഒരേപോലെ ജസ്റ്റിസും എന്താ പറയുക എല്ലാം ഈക്വാലിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നതിനും ഈ പറയുന്ന ജുഡീഷ്യൽ സിസ്റ്റം വേണം. ഇൻ ദ ഹയറാർക്കി ഓഫ് കോർട്സ്, അതായത് ഹയറാർക്കി മീൻസ് എന്താണ്, ഏറ്റവും വലുത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കണ്ടോ, ആദ്യം പറയുന്ന ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ആദ്യം വരുന്നത് സുപ്രീം കോർട്ട്, പിന്നെ വരുന്നത് ഹൈക്കോർട്ട്, പിന്നെ വരുന്നത് ഡിസ്ട്രിക്ട് കോർട്ട്, പിന്നെ വരുന്നതാണ് മെട്രോപൊളിറ്റൻ കോർട്ട്. അതാണ് ഹയറാർക്കി, ഏറ്റവും അപ്പെക്സ് ആയിട്ടുള്ള ബോഡി തൊട്ട് പിന്നെ താഴോട്ട്. ഇൻ ദ ഹയറാർക്കി ഓഫ് കോർട്ട്സ് ദ സുപ്രീം കോർട്ട് ഈസ് അറ്റ് ദ ടോപ്പ്. അപ്പോൾ ഏറ്റവും മുകളിൽ ആരാണ്, സുപ്രീം കോർട്ട്. ഫോളോഡ് ബൈ ദ ഹൈക്കോർട്ട്സ്, അതിന് താഴെ വരുന്ന ഹൈക്കോർട്ട്സ്. നിങ്ങൾക്കറിയാമോ നമ്മുടെ ഇന്ത്യയിൽ എത്ര ഹൈക്കോർട്ട്സ് ഉണ്ടെന്ന്? ഞാനൊരു ക്ലൂ തരാം. ഒരു സ്റ്റേറ്റിന് ഒരു ഹൈക്കോർട്ട്, പക്ഷേ എന്താ പറയുക, ചില സ്റ്റേറ്റ്സ് എന്താ ഒരു ഹൈക്കോർട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ചില സ്റ്റേറ്റ്, ഇപ്പം 2 സ്റ്റേറ്റ് ഒരു ഹൈക്കോർട്ട്, അങ്ങനെ വരുന്ന ചില ഏരിയാസ് ഉണ്ട്. ഏകദേശം ഒരു 23 to 27 അല്ലെങ്കിൽ ഒരു 23 to അങ്ങോട്ട് മിനിമം 23 ആണ്. അപ്പം നിങ്ങൾ ഗസ് ചെയ്യുക, നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസിയാണ്. ഞാൻ ഇത്രയും വലിയ ക്ലൂ തന്നില്ല, ആകെ 4-5 നമ്പറല്ലേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക്. സോ യാ, സുപ്രീം കോർട്ട്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ എന്താ നോക്ക്, ഹൈക്കോർട്ട്സ് കഴിഞ്ഞ് പിന്നെ എന്താണ്, ഡിസ്ട്രിക്ട് കോർട്ട്. ഡിസിഷൻസ് ഓഫ് എ ഹൈക്കോർട്ട് ആർ ബൈൻഡിങ് ഇൻ ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്. അതായത് ഹൈക്കോർട്ട്സിൻ്റെ ഡിസിഷൻ, ഹൈക്കോർട്ട്സിൻ്റെ ജഡ്ജ്മെൻറ്റ് ആ ഹൈക്കോർട്ട് ഇരിക്കുന്ന സ്റ്റേറ്റിനെ മുഴുവൻ ബൈൻഡ് ചെയ്യും. അതായത് ആ സ്റ്റേറ്റിൽ മുഴുവൻ അത് ആപ്ലിക്കബിൾ ആണ്. പക്ഷേ മറ്റുള്ള സ്റ്റേറ്റിൽ, അതായത് കേരളത്തിലൊരു ഹൈക്കോർട്ട്, അതായത് കേരള ഹൈക്കോർട്ട് ഒരു ജഡ്ജ്മെൻറ്റ് പാസ്സാക്കിയാൽ അത് കേരളത്തിന് ഫുൾ ആപ്ലിക്കബിൾ ആണ്. ബട്ട് തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക അങ്ങനെയുള്ള സ്റ്റേറ്റ്സിന്, അതായത് നെയ്ബറിങ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വേറെ ഏത് സ്റ്റേറ്റ് ആണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അത് പെർസ്വാസീവ് ആണ്. അതായത് നോട്ട് കമ്പൽസറി, അവർക്ക് വേണമെങ്കിൽ അതെടുക്കാം, ഇറ്റ്സ് ദെയർ ചോയ്സ്. ഓക്കെ, പക്ഷെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ബൈൻഡിങ് ആണ്. ആർ ബൈൻഡിങ് ഓൺ ഓൾ ഹൈക്കോർട്ട്സ് അണ്ടർ ആർട്ടിക്കിൾ 141. ഓക്കെ, ഹൈക്കോർട്ടിനെ നമ്മൾ പറഞ്ഞു. ഇനി വരുന്ന ഡിസിഷൻസ് ഓഫ് സുപ്രീം കോർട്ട്സ് ആർ ബൈൻഡിങ് ഓൺ ഓൾ ഹൈക്കോർട്ട്സ് അണ്ടർ ആർട്ടിക്കിൾ. ഇനി ഹൈക്കോർട്ടിൻ്റെ കാര്യം എങ്ങനെയാണ്, ആ സ്റ്റേറ്റിന് കമ്പൽസറി ആയിട്ടും ബൈൻഡിങ് ആണ്, ബട്ട് മറ്റവർക്ക് പെർസ്വാസീവ് ആണ്. പക്ഷെ സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ആപ്ലിക്കബിൾ ആണ്. ഇറ്റ് ഈസ് കമ്പൽസറി ഫോർ ഹോൾ ഓഫ് ഇന്ത്യ. അത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്, അണ്ടർ ഹോൾ ഓഫ് ഇന്ത്യയിലുള്ള ഹൈക്കോർട്ട്സിന്, എല്ലാ ഹൈക്കോർട്ട്സിനും ബൈൻഡിങ് ആണ്. ഓക്കെ,
നമ്മൾ പറയുന്നത് ലോവർ കോർട്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പോൾ ഹൈക്കോർട്ടാണെങ്കിൽ ആ സ്റ്റേറ്റിലുള്ള എല്ലാ ഡിസ്ട്രിക്ട് കോർട്ടും എന്ത് ചെയ്യണം, അതിന് ബൈൻഡിങ് ആണ്. പക്ഷെ അതിൻ്റെ തന്നെ ഹൈക്കോർട്ടിന് മറ്റ് ഹൈക്കോർട്സിന് അതെന്താണ്, പെർസ്വേസീവ് ആണ്. അത് വേണമെങ്കിൽ എടുത്താൽ മതി. സുപ്രീം കോർട്ട് ആകെ ഒരെണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മളതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. സുപ്രീം കോർട്ട് ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. സുപ്രീം കോർട്ട് ഡിസിഷൻ ഇസ് ദ ഫൈനൽ വേർഡ് ഓൺ ദ മാറ്റർ. സോ സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ഫൈനലാണ്. അതായത് നിങ്ങളൊരു കേസ് ഹൈക്കോർട്ടിൽ അല്ല ഡിസ്ട്രിക്ട് കോർട്ടിൽ കൊടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾക്ക് എങ്ങോട്ട് അപ്പീലിന് പോകാം, ഹൈക്കോർട്ടിലേക്ക് അപ്പീലിന് പോകാം. ഹൈക്കോർട്ടിൽ നിങ്ങൾ കേസ് വാദിച്ചു, നിങ്ങൾ പിന്നെയും അൺസാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല, ഞങ്ങൾക്ക് നീതി കിട്ടണം എന്നുള്ളൊരിതാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും പോകാം സുപ്രീം കോർട്ട്. പക്ഷേ സുപ്രീം കോർട്ടിൽ നിങ്ങളോട് പറയണത് നിങ്ങൾക്കെതിരെയാണ് വിധി എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സുപ്രീം കോർട്ട് പറഞ്ഞ ജഡ്ജ്മെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിൽ അത് ബൈൻഡിങ് ആണ്. നിങ്ങൾക്ക് അപ്പീലിനോ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. സോ ഇതാണ് പറയുന്നത്, സുപ്രീം കോർട്ട് ഡിസിഷൻ ഈസ് ദ ഫൈനൽ വേർഡ് ഓൺ ദി മാറ്റർ. സോ സുപ്രീം കോർട്ടിനെ പറ്റി നമുക്ക് കൂടുതൽ നോക്കാം. The Supreme Court is the apex body of judiciary. ജുഡീഷ്യറിയുടെ ഏറ്റവും അപ്പെക്സ് ആയിട്ട്, അതായത് ടോപ്പ് മോസ്റ്റ് ബോഡി എന്ന് പറയുന്നത് എന്താണ്, സുപ്രീം കോർട്ടാണ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 26 ജാനുവരി 1950. 1950 ജാനുവരി 26 എന്ത് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തത് സുപ്രീം കോർട്ട്. The Chief Justice of India is the highest authority appointed under Article 126. Highest authority അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ആരായിട്ടാണ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് അറിയാമെങ്കിൽ നല്ലത്. ഓക്കെ, അങ്ങനെയല്ല, നമ്മൾ കുറച്ചൊക്കെ ഒരു നോളജ് ഉണ്ടായിരിക്കണം, മനസ്സിലായോ? സോ അതൊക്കെ ഒരു കറണ്ട് അഫെയർ ആണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ചാർജ് എടുത്തതിൽ പിന്നെ ധാരാളം കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കേസസ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജഡ്ജ്മെൻറ്റിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. സോ അപ്പോൾ അങ്ങനത്തെ ആളുടെ പേരൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇസ് ദ ഹയസ്റ്റ് അതോറിറ്റി അപ്പോയിൻറ്റഡ്. ആർട്ടിക്കിൾ പഠിച്ചു വയ്ക്കുക, 126. The principal bench of the Supreme Court consists of 7 members including the Chief Justice of India. അതായത് പണ്ട് ആ സമയത്ത് 7 പേരായിരുന്നു അവരുടെ ആ ഒരു ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ചീഫ് ജസ്റ്റിസ്. പക്ഷേ ഇപ്പോൾ പ്രസൻ്റ്ലി അവിടെ എത്ര ജഡ്ജിമാരുണ്ട്, 34 പേരുണ്ട്, ഇൻക്ലൂഡിങ് ചീഫ് ജസ്റ്റിസ്. ഡ്യൂ ടു അതായത് അതാണ് മാക്സിമം ലിമിറ്റ്, അതിൽ കൂടുതൽ ജഡ്ജസിനെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഡ്യൂ ടു ദ റൈസ് ഇൻ ദ നമ്പർ ഓഫ് കേസസ് ആൻഡ് വർക്ക് ലോഡ്. എന്തുകൊണ്ടായിരിക്കും 34 പേരെ വെച്ചത്? ദ റൈസ് ഇൻ ദ നമ്പർ ഓഫ് കേസസ് ആൻഡ് വർക്ക് ലോഡ് കാരണവും നമ്പർ ഓഫ് കേസസ് ഇൻക്രീസ് ചെയ്തത് കൊണ്ടുമാണ് നമ്പർ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം. An individual can seek relief in the Supreme Court by filing a writ petition under Article 32. Article 32 സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തെങ്കിലും വയലേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്പ്യൂട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ എങ്ങോട്ട് ഫയൽ ചെയ്യാം, റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാം സുപ്രീം കോർട്ടിലേക്ക്. രണ്ടാമത്തേത് ഹൈക്കോർട്ട്. ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ ഇൻ ഈച്ച് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി. അതായത് നിങ്ങൾക്ക് അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയും. അതായത് നിങ്ങൾക്കൊരു കേസിനെതിരെ ലോവർ കോർട്ടിനെതിരെ നിങ്ങൾക്ക് അപ്പീൽ പോകാൻ പറ്റുന്ന സ്ഥലമാണ് ഹൈക്കോർട്ട് എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റ് വൈസ്, ഓക്കെ, സ്റ്റേറ്റ് വൈസ് നിങ്ങൾക്ക് അപ്പീൽ പോകാൻ പറ്റുന്ന ഹയസ്റ്റ് കോർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഹൈക്കോർട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് കഴിഞ്ഞു, സ്റ്റേറ്റിൻ്റെ പരിധി കഴിഞ്ഞു, പിന്നെ നിങ്ങൾ പോകുന്നത് നേരെ സുപ്രീം കോർട്ട്. അത് ഇന്ത്യ മുഴുവനുള്ള അതാണ് അവരുടെ ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ജുറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ്, അതിവിടെ പറയുന്നുണ്ട്. ഇസ് ദ ഹൈ കോർട്ട്. ആർട്ടിക്കിൾ 214 of the Indian Constitution states that there must be a high court in each state. അവിടെ എല്ലാ സ്റ്റേറ്റിലും എന്ത് വേണം, ഹൈക്കോർട്ട് വേണം. പക്ഷേ ദ ഹൈക്കോർട്ട് എന്താ എല്ലാ കോർട്ടിലും ഹൈക്കോർട്ട് ഉണ്ടോ, അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നോക്കാം.
ഈ പാരഗ്രാഫിൽ തന്നെ ഉണ്ട് അത്. The High Court has appellant original jurisdiction and supervisory jurisdiction. അതായത് അപ്പലറ്റ് എന്ന് പറഞ്ഞാൽ അപ്പീലിന് പോകാൻ പറ്റും. ലോവർ കോർട്ടിനെതിരെ അല്ലെങ്കിൽ ലോവർ കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റിനെതിരെ നമുക്ക് അപ്പീൽ പോകാൻ പറ്റും അവിടെ ഹൈക്കോർട്ടിന്. അതാണ് അപ്പലന്റ് ജുറിസ്ഡിക്ഷൻ. ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ രണ്ട് സ്റ്റേറ്റ് തമ്മിലോ അല്ലെങ്കിൽ രണ്ട് ഡിസ്ട്രിക്റ്റ് തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ഗവൺമെൻറ് ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺഫ്ലിക്റ്റിനും എന്ത് ചെയ്യാൻ പറ്റും, ഹൈക്കോർട്ടിന് ഇടപെടാൻ പറ്റും. സൂപ്പർവൈസറി ജുറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർവിഷൻ കൊടുക്കുക, പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഹൗവെവർ ആർട്ടിക്കിൾ 227 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലിമിറ്റ്സ് ഹൈക്കോർട്ട് സൂപ്പർവൈസറി പവർ. ആ ഒരു പവറിന് എന്തൊരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 227 പ്രകാരം. ഓക്കെ. ഇൻ ഇന്ത്യ ദർ ആർ 25 ഹൈക്കോർട്ട്സ്. അതാ കണ്ടോ എത്ര ഹൈക്കോർട്ട് ഉണ്ട്? 25. ഇപ്പം 28, 29 ഇല്ല. പിന്നെ ആകെ എത്ര ഉള്ളൂ? 25 ഹൈക്കോർട്ടേ ഉള്ളൂ. one for each state and union territory and one for each state and union territory. ഒരെണ്ണം ഒരു സ്റ്റേറ്റിനും ഒരു ഹൈക്കോർട്ട് യൂണിയൻ ടെറിട്ടറിക്ക്, അങ്ങനെ 2 എണ്ണം ഉണ്ട്. അതുകൂടാതെ 6 സ്റ്റേറ്റ്സ് ആർ ഷെയറിങ് സിംഗിൾ ഹൈക്കോർട്ട്. 6 സ്റ്റേറ്റ്, അതായത് 3 ഹൈക്കോർട്ട് 6 സ്റ്റേറ്റുകളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു ഹൈക്കോർട്ട് 2 സ്റ്റേറ്റ്സ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഛത്തീസ്ഗഡ് ആണെന്നാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എന്നാൽ പോലും ഞാൻ പറയാം. ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഹൈക്കോർട്ട് ഹരിയാനയ്ക്കും ഇവരും ഷെയർ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇതാണ് ഒരു സ്റ്റേറ്റ് 2 സ്റ്റേറ്റ് ഒരു ഹൈക്കോർട്ടിൽ ഷെയർ ചെയ്യുക. അതിനാണ് നമ്മൾ ഈ പറയുന്ന 6 സ്റ്റേറ്റ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് 25 എണ്ണമായിട്ട് കുറഞ്ഞത്. An individual can seek remedies against violation of fundamental rights in high courts. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്പ്യൂട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും റിലീഫ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകാം, ഹൈക്കോർട്ടിലേക്ക് പോകാം. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 226 പ്രകാരം. 227 എന്താണ് ലിമിറ്റ് ചെയ്യുന്ന? പവർ ഓഫ് supervisory power, which is the oldest high court in India. The oldest high court in the country is the Calcutta High Court, established on 2nd July 1862. ഒന്ന് ആലോചിച്ച് നോക്കുക, 1862 കൽക്കട്ട ഹൈക്കോർട്ടാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഹൈക്കോർട്ട്. ഇനി ഡിസ്ട്രിക്ട് കോർട്ട്. അപ്പം നമ്മൾ ആദ്യം സുപ്രീം കോർട്ട് കണ്ടു, പിന്നെ ഹൈക്കോർട്ട് കണ്ടു, ഇനിയിപ്പോൾ എന്താണ്? ഡിസ്ട്രിക്ട് കോർട്ട്. ബിലോ ദ ഹൈക്കോർട്ട്സ് ആർ ഡിസ്ട്രിക്ട് കോർട്ട്സ്. ദ കോർട്ട്സ് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജ് ഡീൽസ് വിത്ത് സിവിൽ ലോ മാറ്റേഴ്സ്. അപ്പോൾ ഡിസ്ട്രിക്ട് കോർട്ട്സിൽ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ഡീൽ ചെയ്യത്തുള്ളൂ സിവിൽ മാറ്റേഴ്സ് മാത്രം. അതായത് കോൺട്രാക്റ്റ്, ടോർട്ട്, ഫാമിലി ലോ, പ്രോപ്പർട്ടി ലോ, അങ്ങനെയുള്ള, അതായത് ഡാമേജസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന, അതായത് ക്രൈം ഒന്നും എടുക്കില്ല. ദ കോർട്ട്സ് ഓഫ് സെഷൻ ഡീൽസ് വിത്ത് ക്രിമിനൽ. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കോർട്ടിൻ്റെ തന്നെ സെയിം പവറുള്ള, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഒരു ഇതിൽ വരുന്നതാണ് സെഷൻ കോർട്ട്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രിമിനൽ ഒഫൻസസ് അല്ലെങ്കിൽ ക്രിമിനൽ മാറ്റേഴ്സ് ഡീൽ ചെയ്യുന്നത്. അണ്ടർ പെക്യൂനറി ജുറിസ്ഡിക്ഷൻ, അതായത് ഫിനാൻഷ്യൽ, പെക്യൂനറി എന്ന് പറഞ്ഞാൽ പെക്യൂനറി എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൂ. എ സിവിൽ ജഡ്ജ് ക്യാൻ ട്രൈ സ്യൂട്ട്സ് വാല്യൂയിങ് നോട്ട് മോർ ദാൻ ₹2 crore. 2 കോടിക്ക് മുകളിൽ ക്യാൻ ട്രൈ സ്യൂട്ട്സ് വാല്യൂയിങ് നോട്ട് മോർ ദാൻ 2 കോടിക്ക് മുകളിൽ അല്ലാത്തതെല്ലാം എന്ത് ചെയ്യാം? സിവിൽ ജഡ്ജിന് ഡിസ്ട്രിക്ട് കോർട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റും, കേൾക്കാൻ പറ്റും, ഹിയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ട്രയൽ നടത്താൻ പറ്റും. അപ്പം എമൗണ്ട് ഓർത്ത് വയ്ക്കുക, എത്രയാണ്? നോട്ട് മോർ ദാൻ ഫിനാൻഷ്യൽ കേസ് ആയിരിക്കും മിക്കവാറും എല്ലാം. അപ്പം 2 കോടിക്ക് മുകളിൽ അല്ലെങ്കിൽ മാത്രമേ ഡിസ്ട്രിക്ട് കോർട്ടിലെ ജഡ്ജിന് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ജുറിസ്ഡിക്ഷൻ മീൻസ് ദ പവർ ടു കൺട്രോൾ. അതായത് ഒരു കേസ്
അല്ലെങ്കിൽ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയെ ചൊല്ലിയുള്ള ഒരു ഡിസ്പ്യൂട്ടാണ്. പക്ഷേ ആ സെല്ലർ ഇരിക്കുന്നത് തൃശ്ശൂരും ബയ്യർ ഇരിക്കുന്നത് ട്രിവാൻഡ്രത്തും പ്രോപ്പർട്ടി ഇരിക്കുന്നത് ആലപ്പുഴയിലും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, അയാളുടെ ഏത് കോടതിക്കാണ് കേസ് എടുക്കാൻ പറ്റുന്നത്? ഈ പറയുന്ന തൃശ്ശൂരാണോ ട്രിവാൻഡ്രത്താണോ അതോ ആലപ്പുഴയിലാണോ? അതാണ് ജുറിസ്ഡിക്ഷൻ. ഏത് പരിധിയിലാണ് കേസ് വരുന്നത് എന്നാണ്. പവർ ടു കൺട്രോൾ. Get territorial jurisdiction based on the areas covered by them. Cases are decided based on the local limits within which the parties reside or the property under the dispute is situated. ഇപ്പോൾ പ്രോപ്പർട്ടി ഉള്ള ഒരു കേസാണെങ്കിൽ ആ പ്രോപ്പർട്ടി എവിടെയാണ് ഇരിക്കുന്നത് ഒന്നെങ്കിൽ അവിടെ ചെയ്യും, ഇല്ലെങ്കിൽ ആ പാർട്ടീസ് എവിടെയാണ്. ഇപ്പോൾ 2 പാർട്ടിയും ഒരു സ്ഥലത്താണെങ്കിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന ആ സ്ഥലത്ത് ചെയ്യും. ഇനി ആ രണ്ട് സ്ഥലത്താണ് അങ്ങനെയാണ് എന്ത് ചെയ്യും? ചിലപ്പം പ്രോപ്പർട്ടി അതൊക്കെ തീരുമാനിക്കുന്നത് ജഡ്ജായിരിക്കും. ഓക്കെ, അത് പല പല ഫാക്ടേഴ്സ് ഉണ്ട് അതിൻ്റെ. ഇനി 4ാമത്തത് മെട്രോപൊളിറ്റൻ കോർട്സ്. Metropolitan courts are established in metropolitan cities in consultation with the High Court where the population is 10 lakh or more. 10 അല്ലെങ്കിൽ 10 ലക്ഷത്തിൽ കൂടുതലോ പോപ്പുലേഷൻ ഉള്ളൊരു സ്ഥലത്ത് ആണ് മെട്രോപൊളിറ്റൻ കോർട്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആരുടെ കൺസൾട്ടേഷൻ കൂടി വെച്ചുകൊണ്ടാണ്? ഹൈക്കോർട്ടിൻ്റെ. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അതിൻ്റെ എമൗണ്ട് മാർക്ക് ചെയ്ത് വെച്ചോളാം. 10 lakh or more. പോപ്പുലേഷൻ ആണ്, പൈസ അല്ല കേട്ടോ. 2 കോടിയാണ് പൈസയുടെ കേസ് പറയുന്നത്, മാറിപ്പോരുത്. Metropolitan courts are established in metropolitan cities with the consultation of high courts where the population. ഇത് നമ്മൾ പറഞ്ഞ് തന്നെ ജസ്റ്റ് വായിച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ആ സെൻറ്റൻസ് പറയാൻ നോക്കുക. ഓക്കെ, ഇപ്പം ഞാൻ പറയാം. Metropolitan cities are established in the metropolitan cities with the consultation of high courts where the population is 10 lakh or more. Okay. ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്, അതായത് ഹൈക്കോർട്ടിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉണ്ടെങ്കിൽ അയാളുടെ പവറാണ് മെട്രോപൊളിറ്റൻ കോർട്സിൽ ആർക്കുള്ളത്? ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്. അതായത് ഹൈക്കോർട്ടിൻ്റെ വേറൊരു വേർഷനാണ് മെട്രോപൊളിറ്റൻ കോർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈക്കോർട്ടിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണെങ്കിൽ മെട്രോപൊളിറ്റൻ കോർട്ടിൽ ആരായിരിക്കും? ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ആയിരിക്കും. ഇനി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഹാസ് ദ പവർ ആസ് ദ കോർട്ട് ഓഫ് മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്. മജിസ്ട്രേറ്റ്, അതായത് ഹൈക്കോർട്ടിൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്സിനുള്ള അതേ പവർ ആയിരിക്കും മെട്രോപൊളിറ്റൻ കോർട്സിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന് ഉള്ളത്. അപ്പം ഇത് എഴുതി ഇതൊക്കെ ചാർട്ട് പോലെ ഫോം ചെയ്യുക. കാരണം ഇത് വായിച്ചു വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. നമുക്ക് എന്താണ് CJM arrow CMM. ഇനി MF സോറി ഇത് എഴുതി വരുമ്പോൾ നാളെ ആവും. ഓക്കെ, എന്താണ് FC എന്തായിരിക്കും? മെട്രോപൊളിറ്റൻ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം, നിങ്ങൾ എഴുതുമ്പോൾ എലാബറേറ്റ് ചെയ്ത് തന്നെ എഴുതുക കേട്ടോ. സോ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. പിന്നുള്ളത് നിങ്ങളുടെ മൾട്ടിപ്പിൾ ചോയ്സ്. അപ്പം ജസ്റ്റ് നമുക്കൊന്ന് ഓവർവ്യൂവിലേക്ക് പോകാം. നമ്മളെല്ലാം കവർ ചെയ്തോ എന്ന് നോക്കാം. സോ ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. അതിൻ്റെ അകത്ത് മെയിനായിട്ട് 4 ടോപ്പിക്കാണ്. വാട്ട് ഈസ് ലോ? Set of uniform rules and regulations that will govern the conduct of people interacting with each other in personal as well business relationship. അതായത് യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരേപോലെ. സെറ്റ് ഓഫ് യൂണിഫോം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദാറ്റ് വിൽ ഗവേൺ. എന്തിനെയാണ് ഗവേൺ ചെയ്യുന്നത്? കണ്ടക്റ്റ് ഓഫ് പീപ്പിൾ
ഇൻറ്ററാക്ടിങ് വിത്ത് ഈച്ച് അതർ, അതായത് ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ പേഴ്സണൽ ആസ് വെൽ ആസ് ബിസിനസ് റിലേഷൻഷിപ്പ്. സോറി, ഇത് വാട്ട് ഈസ് ലോ? ഓക്കെ, സോറി, വാട്ട് ഈസ് ലോ ഇത് പറയുന്നത് എന്താണ്? ഇത് പറയുന്നത് ദ പർപ്പസ് ഓഫ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആണ് ഞാനിപ്പോൾ വായിച്ചത്. വാട്ട് ഈസ് ലോ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ലോയുടെ മീനിങ് ചോദിക്കുമ്പോൾ എന്തെഴുതണം? ലോ ഈസ് എ സെറ്റ് ഓഫ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഡ്യൂട്ടീസ്, അതായത് റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ്, ഒബ്ലിഗേഷൻസ് ഇമ്പോസ്ഡ്. ആരാണ് നമുക്ക് മുകളിൽ അത് ഇമ്പോസ് ചെയ്യുന്നത്? ഗവൺമെൻറ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സെക്യൂറിങ് വെൽഫെയർ ആൻഡ് പ്രൊവൈഡിങ് ജസ്റ്റിസ് ടു സൊസൈറ്റി. അപ്പോൾ മെയിനായിട്ട് കീ വേർഡ്സ് ആയിട്ട് ഓർത്ത് വയ്ക്കേണ്ടത് സെറ്റ് ഓഫ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് ഇമ്പോസ് ബൈ ഗവൺമെൻറ്. ആരാണ് ഇമ്പോസ് ചെയ്യുന്നത്? ഗവൺമെൻറ് ആണ് ഇമ്പോസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? സെക്യൂറിങ് വെൽഫെയർ ആൻഡ് പ്രൊവൈഡിങ് ജസ്റ്റിസ് ടു ദ സൊസൈറ്റി. അത്ര ഓർത്ത് വയ്ക്കുക. പിന്നെ എന്താ പറയുക, അത്രയാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെൻറ്റൻസും കൂടെ ആഡ് ചെയ്യാം. റിഫ്ലക്റ്റ് ചെയ്യുന്ന എവിടേക്കാണ്? സോഷ്യൽ, പൊളിറ്റിക്കൽ, എൻവയോൺമെൻറ്റൽ, എക്കണോമിക്, കൾച്ചറൽ ആസ്പെക്റ്റ് ഓഫ് ദ ഡൈവേഴ്സ്. പിന്നെ സോഴ്സസ്, മെയിനായിട്ട് നമ്മൾ മെയിനായിട്ട് പഠിച്ച സോഴ്സസ് ഏതൊക്കെയാണെന്ന് ഓർക്കുക. ഫസ്റ്റ് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, പാർലമെൻറ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട്സ്, ലോസ് പാസ് ബൈ ദ പാർലമെൻറ്റ്. തേർഡ് വൺ വരുന്നത് മറ്റേ ഇത് പ്രസിഡൻസ് ഓർ ഡിസിഷൻസ് ഓഫ് ടേക്കൺ ബൈ ദ കോർട്ട്സ്, അല്ലെങ്കിൽ കേസ് ലോസ്. നാലാമത്തെ വരുന്നത് കസ്റ്റം ഓർ യൂസേജസ്. കസ്റ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ കുറേ നാളായിട്ട് ചെയ്തു വന്നിരിക്കുന്ന ആക്ഷൻസ്, ആക്ടിവിറ്റീസ്, അതെല്ലാവരും കൂടെ ചേർന്ന് എല്ലാവരും ചേർന്ന് കുറേ നാൾ പിന്നെയും ചെയ്യുമ്പോൾ അതൊരു റൂൾ അല്ലെങ്കിൽ റെഗുലേഷനായി മാറുന്നു. അതിനെയാണ് നമ്മൾ കസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഫെഡറൽ സിസ്റ്റം, അപ്പലറ്റ് ജൂറിസ്ഡിക്ഷൻ എന്താണ്, ഫെഡറൽ കോർട്ട് എന്താണ്, പിന്നെ യൂണിയൻ ലിസ്റ്റ്. 3 ലിസ്റ്റ് ഉണ്ട്: സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ജോയിൻറ്റ് ലിസ്റ്റ്. ആർട്ടിക്കിൾ 246 അല്ലെങ്കിൽ 245 എന്താണ്, പ്രോസസ് ഓഫ് ലോ മേക്കിംഗ്, ലോസ് ഇൻ ദ ഇന്ത്യൻ ലീഗൽ, ടൈപ്സ് ഓഫ് ലോസ് അത് ഏതൊക്കെയാണ്? 4 തരത്തിലുണ്ട്: ക്രിമിനൽ, 3CP അതായത് ക്രിമിനൽ, സിവിൽ, കോമൺ ലോ, പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. അതിൽ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെന്താണ്? മിനിസ്ട്രി, അതായത് എൻഫോഴ്സിങ് ദ ലോ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയർസ്, മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസ്. അതിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതൊക്കെയാണ്? പിന്നെ വരുന്നത് മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. അപ്പം 4 മിനിസ്ട്രീസ് ഉണ്ട്: മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയർസ്, മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസ്, മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. 3 ബോഡീസ് ഉണ്ട്. ഏതൊക്കെയാണ്? സെബി, RBI, IBBI. സെബി ക്യാപിറ്റൽ മാർക്കറ്റിനെ ഗവേൺ ചെയ്യുന്നു, കമ്മോഡിറ്റി മാർക്കറ്റ്. റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിങ് സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യാൻ. IBBI എന്ന് പറഞ്ഞാൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് ഇൻസോൾവൻ്റ് ആയിട്ടുള്ള കമ്പനീസിനെയും ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെയും റെസൊല്യൂഷന് വേണ്ടി, അല്ലെങ്കിൽ അവരെ റിവൈവ് ചെയ്യുന്ന കമ്പനീസിനാണെങ്കിൽ റിവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് IBBI ഉള്ളത്. അതിൻ്റെ അകത്ത് റെഗുലേറ്ററി ബോഡീസ് ആയിട്ട് വരുന്ന NCLT, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലും, ഇൻഡിവിജ്വൽസിന് ഡെറ്റ് റിക്കവറി ട്രിബ്യൂണലും ആണ് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം. അതിൻ്റെ അകത്ത് 4 കോർട്ട്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്: സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട്. അതിൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ തന്നെ ക്രിമിനൽ മാറ്റേഴ്സ് കൈകാര്യം ചെയ്യുന്നതിനെ നമ്മൾ സെഷൻ കോർട്ട് എന്ന് വിളിക്കുന്നു. ലാസ്റ്റ് മെട്രോപൊളിറ്റൻ കോർട്ട്സ്, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഹൈക്കോർട്ടിൻ്റെ കൺസൾട്ടേഷൻ പ്രകാരമാണ്. അതുപോലെ തന്നെ നമ്മളതിൻ്റെ അകത്ത് പഠിച്ചത് എന്താണ്? CJM, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ പവേഴ്സ് ഉള്ളത് മെട്രോപൊളിറ്റൻ കോർട്ടിൽ ഈ പറയുന്ന ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനാണ്. ഈ പറയുന്ന മജിസ്ട്രേറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ്
ഫസ്റ്റ് ക്ലാസ്സിന് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിൻ്റെ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ പവേഴ്സാണ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന് മെട്രോപൊളിറ്റൻ കോർട്സിലുള്ളത്. സോ ഇതിലൊന്നും അങ്ങനെ ഡിഫിക്കൾട്ട് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് പിന്നെ ചില ടേംസ് മനസ്സിലാകായികയുണ്ടാവും. മനസ്സിലായോ? ഇപ്പം ഈ പറയുന്ന ഇൻസോൾവൻസി എന്താണ്, ബാങ്ക്റപ്സി എന്താണ്. ഇൻസോൾവൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മാത്രം ഇൻഡെപ്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയാത്തത്. സോ അതുമാത്രമല്ല, ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ ചോദിച്ചാൽ 5 മാർക്ക് മാക്സിമം 10 ചോദിക്കില്ല. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഒരു പരിധിയിലപ്പുറം ചോദിക്കില്ല. സോ അതുകൊണ്ടാണ് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോവാത്തത്. ഇൻസോൾവൻസി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് അതിൻ്റെ അസറ്റ്സിനേക്കാൾ കൂടുതലായിരിക്കും ലയബിലിറ്റി. അതായത് അവരുടെ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാനായിട്ട് അവരുടെ കയ്യിൽ വേണ്ടത്ര അസറ്റ് ഇല്ല. മനസ്സിലായോ? അല്ലെങ്കിൽ അവർ ലോസിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുറേ നാളായിട്ട്. അങ്ങനെ വരുമ്പോൾ അത് ഇൻസോൾവൻ്റ് ആയിപ്പോവും, പാപ്പരാകുക എന്നൊക്കെ പറയും. അപ്പോൾ അതിനെ ഒന്നെങ്കിൽ ഡിസോൾവ് ചെയ്യുക, ഡിസൊല്യൂഷൻ നടത്തുക, ലിക്വിഡേറ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ പൂട്ടിപ്പോവുക, ചുരുക്കി പറഞ്ഞാൽ പൂട്ടുക എന്നാണ് അർത്ഥം. അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനീസിന് കൊടുക്കുക. ആ കമ്പനീസിന് കൊടുക്കുമ്പോൾ അവർ പൈസ തരും. ആ പൈസ വെച്ച് കടങ്ങളെല്ലാം വീട്ടി സ്വസ്ഥാകുക. അത്രേ ഉള്ളൂ. അത്ര അറിഞ്ഞാൽ മതി. ഇപ്പം തൽക്കാലം ബാങ്ക്റപ്റ്റ് ആണെങ്കിൽ നേരെ ആളുകളുടെ കേസിൽ പറയുന്നതാണ് ബാങ്ക്റപ്സി ഒക്കെ വരുന്നതേ ഉള്ളൂ. കൂടുതലും ഇപ്പോൾ ഉള്ളത് എന്താ വെച്ചാൽ ഈ പറയുന്ന ഇൻസോൾവൻസി ഓഫ് കോർപ്പറേറ്റ് ആണ്, കമ്പനീസാണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് കൂടെ ജസ്റ്റ് നോക്കിയിട്ട് പോവാം. എല്ലാം ഞാനിവിടെ ആൻസർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കല്ലേ, പോകുന്നില്ലല്ലോ. ഓക്കെ ഫൈൻ. A chartered accountant should be aware of law because he has to be an expert in law. ആണോ? നിങ്ങൾ ലോയിൽ എക്സ്പേർട്ട് ആവാനാണോ പഠിക്കുന്നത്? അപ്പം വക്കീലന്മാരുടെയൊക്കെ പണി പോവല്ലേ? സോ നിങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് അക്കൗണ്ട്സ്, ഓഡിറ്റ്, ടാക്സേഷൻ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അങ്ങനത്തെ ഏരിയ ആണ്. സോ ലോയിൽ എക്സ്പേർട്ട് ആവാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ എന്ത് പഠിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോയുടെ നോളജ് വേണമെന്ന് പറയുന്നത്. ഹി ഹാസ് ടു ആർഗ്യൂ ഇൻ ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട്. നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുമോ ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും ഒക്കെ? അതോ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു NCLT മാത്രം, അതായത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൽ എനിക്ക് തോന്നുന്നില്ല CAക്കാർക്ക് പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും സുപ്രീം കോർട്ടിലും ഹൈക്കോർട്ടിലും പോകാൻ പറ്റില്ല എന്തായാലും. കാരണം അവർക്ക് അവിടെ അപ്പിയർ ചെയ്യണമെങ്കിൽ LLB വക്കീലായിരിക്കണം. പിന്നെ ഹി ഹാസ് ടു അഡ്വൈസ് മാനേജ്മെൻറ്റ് ആൻഡ് ക്ലയൻറ്റ്സ് ഓൺ ലീഗൽ മാറ്റേഴ്സ് അറ്റ് എ ബേസിക്. ഈ സെൻറ്റൻസ് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, നമുക്ക് നോക്കാം. ഫസ്റ്റ് പേജിലാണെന്ന് തോന്നുന്നത്. Chartered accountant is a first level of contact on many legal matters. So we should possess knowledge of law so that we can advise our management and clients on legal matters at a basic or threshold level. കണ്ടോ, ആ സെൻറ്റൻസ് തന്നെയല്ല. അപ്പം എന്താണ്, ഫസ്റ്റ് ഹാൻഡ് കോണ്ടാക്റ്റ് ഉള്ളത് CAക്കാരുടെ അടുത്തായിരിക്കും, ക്ലയൻസിന് കൂടുതൽ. സോ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് എന്തൊക്കെ ചെയ്യണം, ഒരു ബേസിക് ഐഡിയ കൊടുക്കാനായിട്ട് നമ്മളും എന്തറിഞ്ഞിരിക്കണം, ലോ അറിഞ്ഞിരിക്കണം. അതാണ് അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. സോ ആൻസർ എന്താണ്? നൺ ഓഫ് ദ എബോവ് അല്ല, C ആണ്. ഓക്കെ, which of the following is not a main source of law in India? The Parliament. പാർലമെൻ്റ് ആണ് എന്ത്, നമ്മൾ പറഞ്ഞായിരുന്നു അൾട്ടിമേറ്റ് ലോ മേക്കിംഗ് ബോഡി. ഇതൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? വായിച്ചായിരുന്നു നിങ്ങൾ വീട്ടിൽ പോയി? ഉണ്ടോ? So, Parliament is the ultimate law-making body. The law passed by Parliament may apply throughout all or portion of India, whereas laws passed by the state legislature എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, സ്റ്റേറ്റ് അസംബ്ലി തന്നെയാണ്. സോ അതുമല്ല,
കോൺസ്റ്റിറ്റ്യൂഷൻ ഒട്ടും മെയിൻ സോഴ്സ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്തോ കോൺസ്റ്റിറ്റ്യൂഷൻ, അതല്ലാതെ ഈ പാർലമെൻറ്റിനും സ്റ്റേറ്റിനും പവർ കൊടുക്കുന്നത് തന്നെ ആരാണ്? കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പം അത് മൂന്നും ഉണ്ട്. അപ്പം ആൻസർ എന്തായിരിക്കും? ലീഗൽ ടെക്സ്റ്റ് ബുക്സ്. ടെക്സ്റ്റ് ബുക്ക് തന്നെ ലോ ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ല എഴുതുന്നത്. സോ ലീഗൽ ടെക്സ്റ്റ് ബുക്ക് അല്ല. In India, we follow the federal system of government. This means that all the power is with the President of India. Federal system എന്താണ്? ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക. ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പവേഴ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ. അതും നമ്മൾ പഠിച്ചതാണ്. കണ്ടോ? മൂന്നാമത്തെ ലൈൻ നോക്കിക്കേ. Second line തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. It defined the characteristics of government from the unitary to federal. Powers were distributed between. മനസ്സിലാവുന്നില്ല അല്ലേ? ഓക്കെ. Powers were distributed between the center and state to avoid any disputes. ഓക്കെ. അപ്പോൾ അതിൻ്റെ ആൻസറും എന്ത് വരും? Powers are distributed between state and all the power is with the center alla. There are no restrictions on the powers. Restrictions ഉണ്ട്. ഇനി Constitution of India was adopted in ഏതാണ് നോക്കാം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു പോയാൽ തന്നെ നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്ന് മനസ്സിലായോ? കണ്ടോ? നമ്മളെവിടെയാ പറഞ്ഞത്? ഇതിൽ സെക്കൻഡ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ 1950 is a foremost law that deals with framework within our democratic system. Work our laws are made for the people, by the people. The constitution also provides protect Indian certain fundamental rights of citizen. 1950 അത് എടുത്തത്, അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ. So 1950. Income tax 1961 is the part of the central list. Central അല്ലേ വാങ്ങിക്കുന്നത്? അതും എന്തുണ്ട് ഇവിടെ പറയുന്നുണ്ട്. For example, the central implemented and Ministry of Finance through the Central Board of Directors. അത് ഈ പറയുന്ന ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ് ഈസ് എ സെൻട്രൽ സബ്ജക്റ്റ്. സെൻട്രൽ ലിസ്റ്റിൽ വരുന്നതാണ് എന്ത്? ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അപ്പം സെൻട്രൽ ലിസ്റ്റിലാണ് ഇൻകം ടാക്സ് വരുന്നത്. ഇനി ദ ലോ കൺസേൺഡ് വിത്ത് വയലേഷൻ ഓഫ് ദ റൂൾ ഓഫ് ലോ ആൻഡ് പണിഷ്മെൻറ്റ് ഓഫ് ദ സെയിം ഈസ് കോൾഡ്. ദ ലോ കൺസേൺഡ് വിത്ത് വയലേഷൻ ഓഫ് ദ റൂൾ ഓഫ് ലോ ആൻഡ് പണിഷ്മെൻറ്റ്. പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് എവിടെയാ? ഫാമിലി ലോ ആണോ? ഫാമിലി ലോ എന്തിൻ്റെ എക്സാമ്പിളാണ്? ഫാമിലി ലോ എന്ന് പറയുന്നത് എന്തിൻ്റെ എക്സാമ്പിളാണ്? സിവിൽ ലോയിലെ ഒരു എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, സിവിൽ ലോ ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു ഫാമിലി ലോ. അപ്പോൾ സിവിൽ ലോ ആണോ, സിവിൽ ലോയിൽ പെടുന്ന ഒരു ലോയാണ് ഫാമിലി ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്രിമിനൽ ആണോ? ക്രിമിനൽ ആണെന്ന് തോന്നുന്നു അല്ലേ? നോക്കാം. സോ ക്രിമിനൽ ലോയിൽ എന്താ പറഞ്ഞേക്കുന്നത്? കണ്ടോ? violation of the rule of law or public wrongs and punishment of the same. കണ്ടോ? പണിഷ്മെൻ്റ് എവിടെയാണ് വരുന്നത്? അപ്പോൾ ക്രിമിനൽ ലോയിലാണ് പണിഷ്മെൻ്റ് വരുന്നത്. violations of the rule of public wrongs, punishment of the same. സിവിൽ ലോയിൽ എന്താ പറയുന്നത്? മാറ്റേഴ്സ് ഓഫ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ്. അപ്പം ഫാമിലി ലോ അല്ല, പകരം എന്താണ്? ക്രിമിനൽ ലോ. സിവിൽ ലോയിൽ പണിഷ്മെൻ്റ് ഇല്ല, പകരം ഡാമേജസ് ക്ലെയിം ചെയ്യാനേ പറ്റുള്ളൂ. സിവിൽ ലോ അല്ല. പ്രോപ്പർട്ടി ലോ ആണോ? പ്രോപ്പർട്ടി ലോയും എന്താണ്? ഫാമിലി ലോ തന്നെ പോലെ തന്നെ ഒരു കാറ്റഗറി ഓഫ് സിവിൽ ലോ ആണ് ഈ പറയുന്ന പ്രോപ്പർട്ടി ലോ. അതും ഇതിൻ്റെ അകത്ത് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
എല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അതാണ് പറഞ്ഞത്, മൊഡ്യൂൾ നന്നായിട്ട് വായിക്കുക. എല്ലാത്തിൻ്റെ ആൻസർ നിങ്ങളുടെ മൊഡ്യൂളിൽ തന്നെ കിടപ്പുണ്ട്. കണ്ടോ, ഫാമിലി ലോ, പ്രോപ്പർട്ടി ലോ. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ എന്താണ്? സോറി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് സിവിൽ ലോ? എന്താണ് സിവിൽ ലോയുടെ എക്സാമ്പിൾ അല്ലാത്തത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. അപ്പം സിവിൽ ലോയുടെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, എക്സാമ്പിൾ, സിവിൽ ഒഫൻസസ് ആർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്ട് ബ്രീച്ച് ചെയ്യുന്ന എന്താണ് ഒരു എക്സാമ്പിൾ? നോൺ ഡെലിവറി ഓഫ് ഗുഡ്സ്, നോൺ പേയ്മെൻറ്റ് ഓഫ് ഡ്യൂസ് ടു ലെൻഡർ ഓർ സെല്ലർ ഡെഫമേഷൻ, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. അത് 2 തവണ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നല്ലേ. ആൻഡ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ലാൻഡ് ലോഡ് ആൻഡ് ടെനൻറ്റ്. ടെനൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്ന, ഐ മീൻ വാടകക്കാര്. ലാൻഡ് ലോഡ് എന്ന് വെച്ചാൽ ആരുടെ സ്ഥലമാണോ കൊടുക്കുന്നത് അയാളാണ് ലാൻഡ് ലോഡ്, ആർക്കാണോ കൊടുക്കുന്നത് അയാൾ ടെനൻറ്റ്. സോ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നമ്മൾ വായിച്ചു, പിന്നെ നോൺ ഡെലിവറി ഓഫ് ഗുഡ്സ് വായിച്ചു, നോൺ പേയ്മെൻറ്റ് ഓഫ് ഡ്യൂസ് വായിച്ചു. അപ്പോൾ ട്രാഫിക് ഒഫൻസസ് ആണ്. അത് വേറെ ഇതിലാണ്, സിവിൽ ലോയിലല്ല വരുന്നത്. ഇനി വെൻ എ ലോ ഈസ് പ്രൊപ്പോസ്ഡ് ഇൻ ദ പാർലമെൻറ്റ് ഇസ് കോൾഡ് എന്താണ്? ബിൽ. പ്രൊപ്പോസ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, പ്രൊപ്പോസ്ഡ്, പാസ്ഡ് അല്ല, പ്രൊപ്പോസ്ഡ്. പാസ്ഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ അത് ആക്ട് എന്ന് വിളിക്കാൻ പറ്റൂ. അതിന് മുമ്പ് വരെ അത് എന്താണ്? ബില്ലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്? അപ്പം മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്തൊക്കെ വരും എന്ന് നോക്കണം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കണ്ടോ, എക്കണോമിക് അഫയേഴ്സ് വരുന്നുണ്ട്, എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്, റവന്യൂ വരുന്നുണ്ട്, പിന്നെ വരുന്നത് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് എവിടെയാണ് വരുന്നത്? കണ്ടോ, സ്റ്റേറ്റ് വരുന്നത് ഹോം അഫയേഴ്സിലാണ്. അപ്പം മിനിസ്ട്രി ഓഫ് ഇതിൽ വരാത്തത് ഏതാണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ആണ്. എക്കണോമിക് അഫയേഴ്സ് നമ്മൾ കണ്ടു, റവന്യൂ കണ്ടു, എക്സ്പെൻഡിച്ചർ കണ്ടു. കോർട്സ് ഗെറ്റ് ടെറിട്ടോറിയൽ ലിമിറ്റ്സ് ബേസ്ഡ് ഓൺ, ഇതും നമ്മൾ ഇന്ന് പഠിച്ചതാണ്. എന്താണ്? ദ ലോക്കൽ ലിമിറ്റ്സ് വിത്തിൻ വിച്ച് പാർട്ടി റിസൈഡ്സ്. അത് മാത്രമാണോ? അതോ ദ ലോക്കൽ ലിമിറ്റ്സ് വിത്തിൻ വിച്ച് ദ പ്രോപ്പർട്ടി അണ്ടർ ഡിസ്പ്യൂട്ട് ഈസ് ലൊക്കേറ്റഡ്? ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും ആകാം അല്ല. അപ്പം എയ്തർ എ അല്ലെങ്കിൽ ബി, നൺ ഓഫ് ദ എബോ ആ ഓപ്ഷൻ അല്ല. ഇതിൽ 3 ഏതാണെന്ന് നമുക്ക് നോക്കാം. Cases are decided based on the local limits within which the parties reside or the property under the dispute is situated. Or ആണ്. അപ്പം either A or B. ഇതാണ് ആൻസർ. അപ്പോൾ അതിൻ്റെ ആൻസറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വായിച്ച് നോക്കി ഒരിക്കലും ആൻസർ നോക്കി കോപ്പി ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി തരുന്ന ടെസ്റ്റ് പേപ്പറാണ്. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സോൾവ് ചെയ്യുക. ജസ്റ്റ് ഞാൻ പറയാൻ വിട്ടുപോയി, നിങ്ങളോട് ചെയ്തിട്ട് ബാക്കി പോർഷൻ കണ്ടാൽ മതി എന്ന് പറയാനായിരുന്നു. ഓക്കെ, എനിവേ ഫസ്റ്റ് ചാപ്റ്ററാണ്, കുഴപ്പമില്ല, നമുക്ക് ഇതുപോലെ ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തന്നു എന്ന് വിചാരിച്ചാൽ മതി. സോ യാ, ഇത് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ ആൻസേഴ്സ് നോക്കുക. അപ്പം ലോജിക്ക് അല്ലെങ്കിൽ എന്താണ് തെറ്റിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ആൻസർ വന്നു, ആ പോർഷൻ എവിടെ കിടക്കുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. സോ യാ, നമ്മുടെ ഓൾമോസ്റ്റ് ചാപ്റ്റർ എല്ലാം കഴിഞ്ഞു. നമ്മൾ ടോപ്പിക്സ് ഒന്ന് വേണമെങ്കിൽ നോക്കാം. വാട്ട് ഈസ് ലോ, എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ലോ, മേജർ റെഗുലേറ്ററി ബോഡീസ് ഒക്കെ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്, സെബി, RBI, IBBI, സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ 4 കോർട്ടുകളെ പറ്റി പഠിച്ചു. സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, പിന്നെ ഡിസ്ട്രിക്ട് കോർട്ട്, മെട്രോപൊളിറ്റൻ കോർട്ട്. സോഴ്സസ് ഓഫ് ലോയിൽ നമ്മൾ പഠിച്ചു കോൺസ്റ്റിറ്റ്യൂഷൻ, statutes or laws made by parliament. മൂന്നാമത്തേത് precedents or judgments.
ഫോർത്ത് കസ്റ്റംസ് ഓർ യൂസേജസ് പ്രോസസ് ഓഫ് ലോ മേക്കിംഗ് ആണെങ്കിൽ ലോക്സഭ രാജ്യസഭ അതിൽ ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രസിഡൻറ്റിൻ്റെ അസെൻറ്റ് കിട്ടി ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്താലാണ് അത് ഒരു ആക്റ്റായി മാറുന്നത്. ടൈപ്സ് ഓഫ് ലോയിൽ നമ്മൾ 4 പഠിച്ചു. ക്രിമിനൽ ലോ, സിവിൽ ലോ, കോമൺ ലോ, പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിനെ പറ്റി പഠിച്ചു, MCA, SEBI, RBI, IB. മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിനെ പഠിച്ചു, ക്രിമിനൽ ലോ, സിവിൽ ലോ, കോമൺ ലോ, നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. സോ ഇനി നിങ്ങൾക്കാണ് ജോലി ഇതെല്ലാം റിവൈസ് ചെയ്യുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതുക, ഡൗട്ട്സ് ഉള്ളത് മാർക്ക് ചെയ്ത് വെക്കുക, അങ്ങനെയെല്ലാം ഇനി നിങ്ങളുടെ സൈഡിലാണ്. ഇനി നിങ്ങൾക്ക് ഇനി വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും ചോദിക്കുക. സോ ഐ ഹോപ്പ് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ചില പോയിൻറ്റ്സൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ഡിഫിക്കൾട്ടാണ്. കൂടുതൽ എനിക്ക് തോന്നുന്നു പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് അല്ലെങ്കിൽ കോമൺ ലോ അതൊക്കെ കുറച്ചൊരു ഡിഫിക്കൾട്ടാണ്. ഒരു 4-5 പ്രാവശ്യം വായിച്ച് മനസ്സിരുത്തി വായിച്ചാലാണ് അത് കുറച്ച് മനസ്സിലാവുക. സോ ഇറ്റ്സ് ഓക്കെ, മനസ്സിലാവുക. അത് നിങ്ങൾ വായിക്കുക. വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. സോ താങ്ക് യു.